അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, എന്റെ പൊന്നുമക്കളെ, ആരെയും ചതിക്കല്ലേ. പൊന്നുമോനെ, നിന്നെക്കുറിച്ച് നിന്റെ വാപ്പ എത്രയോ സ്വപ്നം കാണുകയാണ്, നിന്നെക്കുറിച്ച് നിന്റെ ഉമ്മ എത്രയോ സ്വപ്നം കാണുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ടല്ലോ, രാവിലെ സ്കൂളിലേക്ക് കുട്ടികൾ പോകുമ്പോൾ റോഡിന്റെ ഓരത്ത് പോയി കാത്തു നിൽക്കുകയാണ്. ഏതെങ്കിലും തൊലിവിളപ്പുള്ള ഒരു പെണ്ണെന്ന് പുഞ്ചിരിച്ചു കഴിഞ്ഞാൽ അവളുടെ പുറകെ നടന്ന് ഫോൺ നമ്പർ വാങ്ങുകയാണ്. രാത്രികൾ മുഴുവനും പകലാകുകയാണ്. എന്റെ പ്രിയപ്പെട്ട ഗൾഫുകാരന്മാരുടെ ഭാര്യമാരുണ്ടല്ലോ, അന്യനാടുകളിൽ കിടന്ന് കഷ്ടപ്പെടുന്ന പ്രിയതമന മറന്നു പോവുകയാണ്. പോയിട്ട് 2 വർഷമായി 3 വർഷമായി ആ ഗൾഫുകാരന്റെ ഭാര്യയുടെ പുറകെ ചെറുപ്പക്കാര് നടക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, കിടന്നിറങ്ങാൻ സമയമില്ല, ഭക്ഷണം കഴിക്കാൻ സമയമില്ല. അറബികളുടെ അടിമകളെ പോലെ ഗൾഫ് നാടുകളിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ അതാ രക്തം വിയർപ്പാക്കിയിട്ട് കഷ്ടപ്പെടുകയാ. പടച്ചവനെ, നാട്ടിലുള്ള എന്റെ ഭാര്യ എന്റെ മക്കൾക്ക് വേണ്ടിയാണല്ലോ കഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞിട്ട് ഗൾഫ് നാടുകളിൽ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് പണമയച്ചു കൊടുക്കുമ്പോൾ ആ പണവും പേടിച്ചുകൊണ്ട് വയനാടിന്റെ ചുരങ്ങളിൽ പോയി തന്റെ കാമുകന്മാരോട് ഉല്ലസിക്കുന്ന പ്രിയപ്പെട്ട പെണ്ണേ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആരെയും ചതിക്കല്ലേ. പൊന്നുപോലെ, നിന്റെ വീടിനകത്തിരുന്ന് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുന്ന നിന്റെ പ്രിയതമയെ നീ മറന്നു പോകല്ലേ. ഗൾഫ് നാടുകളിൽ കടന്ന് കഷ്ടപ്പെടുന്ന പ്രിയ ഭർത്താവിന് വഞ്ചിച്ചാൽ ആ പാപപ്പെട്ടവന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീരങ്ങാട് ഈ ഭൂമുഖത്തേക്ക് വീണാൽ പൊന്നുമൂടി ആ പാപം എവിടെ കൊണ്ടാ കഴുകി തീർക്കുന്നത്? ആ പാപം എവിടെയാ കൊണ്ട് കഴുകി തീർക്കുന്നത്? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാ, എത്ര വലിയ സുന്ദരി വിളിച്ചാലും പോകല്ലേ പൊന്നുപോലെ. എത്ര വലിയ കുടുംബത്തിൽ പിറന്നവളാണെങ്കിലും, എത്ര വലിയ സൗന്ദര്യമുള്ളവളാണെങ്കിലും ആരും കാണില്ലടാ എന്റെ വീടിനകത്തേക്ക് കടന്നു പാടാ. എന്റെ മണിയറയ്ക്കകത്തേക്ക് വിളിച്ചിട്ട് വിരിപ്പ് വിരിച്ചു നിന്നാലും പൊന്നുപോലെ അല്ലാതെ മറന്നു പോകല്ലേ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുകയാണ്, ഏതെങ്കിലും ഒരു തൊലിവിളപ്പുള്ള നിന്റെ ഭർത്താവിനേക്കാൾ സൗന്ദര്യമുള്ള പണമുള്ള കുടുംബത്തിൽ പിറന്ന ഏതെങ്കിലും ബോഡി ഷേപ്പുള്ള ചെറുപ്പക്കാരൻ വന്ന് വിളിക്കുമ്പോ, എടാ എനിക്കെന്റെ ഭർത്താവിനെ മതിയടാ, എനിക്കെന്റെ ഭർത്താവിനെ മതിയടാ, അവൻ പോയിട്ട് വർഷങ്ങളായാലും എന്നെങ്കിലും ഒരു ദിവസം മടങ്ങി വരുമടാ, അവൻ എന്റെ ആഗ്രഹം സാധിച്ചു തരുമടാ എന്ന് പറയാനുള്ള മനസ്സ് കാണിച്ചാൽ നിനക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണെന്നറിയുമോ? 6 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ, കമ്പോളത്തിലൂടെ നടന്നു പോവുകയാണ്. യാഫി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കമ്പോളത്തിലൂടെ നടന്നു പോകുമ്പോൾ തന്റെ ശരീരത്ത് നിന്ന് വല്ലാത്ത സുഗന്ധമടിച്ചു വീശുകയാണ്. എല്ലാവരും ചോദിച്ചു, യാഫിയേ എവിടെ നാടായി സുഗന്ധം, എവിടെ നിന്നാടായി സുഗന്ധം വാങ്ങിയത്? യാഫി എന്ന ചെറുപ്പക്കാരൻ പറയുകയാണ്, എന്റെ ശരീരത്ത് സുഗന്ധം തേച്ചിട്ടില്ല, എന്റെ ശരീരത്ത് സുഗന്ധം തേച്ചിട്ടില്ല. അവസാനം തന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ആ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു മഹാനായ മനുഷ്യന് കടന്നു വരികയാണ്. ഒരു മഹാനായ മനുഷ്യന് കടന്നു വരികയാ. തന്റെ വീടിനകത്തേക്ക് കടന്നു വന്നിട്ട് യാഫി എന്ന ചെറുപ്പക്കാരനോട് ചോദിക്കുകയാ, എവിടെന്നാ മോനെ ഈ സുഗന്ധം? എല്ലാവരും അതാ സഹിക്കാൻ കഴിയുന്നില്ലല്ലോ, എന്തൊരു വാസനയാ പൊന്നുമോനെ, ഇതെവിടെ നിന്നാണെന്ന് ചോദിക്കുമ്പോൾ തന്റെ മുഖം പൊത്തിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് യാഫി എന്ന ചെറുപ്പക്കാരൻ പറയുകയാ, മാസങ്ങൾക്ക് മുമ്പ് രാജ്യത്തെ രാജാവിന്റെ പൊന്നുമകളുണ്ടല്ലോ, ആ പൊന്നുമകളതാ എന്റെ വീട്ടിലേക്ക് തോഴിമാരെ പറഞ്ഞു വിടുകയാ, കൊട്ടാരത്തിലേക്ക് എന്നെ വിളിപ്പിക്കുകയാ. കൊട്ടാരത്തിലേക്ക് ഞാൻ കടന്നു ചെല്ലുമ്പോൾ തോഴിമാര് കഥകടയ്ക്കുകയാണ്. അവസാനം നടന്ന് രാജ്യത്തെ രാജാവിന്റെ പൊന്നുമകളുടെ മടിയറയ്ക്കകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ നാട്ടിലെ ഏറ്റവും വലിയ സൗന്ദര്യമുള്ള പെണ്ണുണ്ടല്ലോ, ഏത് ചെറുപ്പക്കാരനും മോഹിക്കുന്ന പെണ്ണുണ്ടല്ലോ, തന്റെ ശരീരത്തിന്റെ മാംസള ഭാഗങ്ങൾ വെളിയിൽ കാണുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് യാഫി എന്ന ചെറുപ്പക്കാരൻ എന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് പറയുന്നു, യാഫിയേ
നിന്നോട് എനിക്ക് വല്ലാത്ത മോഹമാടാ, നിന്നോട് എനിക്ക് വല്ലാത്ത ആഗ്രഹമാടാ. എടാ യാഫിയേ, ഇതിനകത്ത് കിടന്ന് കാണിച്ചാലും ആരുമറിയില്ലടാ, ഒരു പ്രാവശ്യമെങ്കിലും എന്റെ മോഹമൊന്ന് സാധിച്ചതാടാ എന്ന് പറഞ്ഞ് കെഞ്ചിക്കൊണ്ട് വിലപിടിപ്പുള്ള വസ്ത്രമെടുത്ത് യാഫി എന്ന ചെറുപ്പക്കാരന്റെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ആ സ്വന്തം ശരീരം തുറന്ന് കാണിച്ചിട്ട് ആ പെണ്ണങ്ങോട്ട് ഇറങ്ങിപ്പോകുമ്പോ യാഫികന്റെ ചെറുപ്പക്കാരൻ സുജൂദിലേക്ക് വീഴുകയാണ്. പടച്ചറബേ, രാജാവിന്റെ കൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്താണല്ലോ റബ്ബേ, എങ്ങനെയായി ഈ പെണ്ണിന്റെ ചതിയിൽ നിന്ന് രക്ഷപ്പെടുന്നത്? പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നു, അല്ലാഹ് എന്റെ ഈമാൻ കളയല്ല റബ്ബേ, എന്റെ അഭിമാനം കളയല്ല റബ്ബേ, സ്വർഗം എനിക്ക് ഹറാമാക്കല്ല റബ്ബേ. നിന്റെ പ്രവാചകനോടൊപ്പം സ്വർഗത്തിൽ കടക്കാൻ വല്ലാത്ത മോഹമാണ് റബ്ബേ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, നിന്നെപ്പോലെ ഒരു ചെറുപ്പക്കാരൻ ഒരു സുന്ദരിയായ പെണ്ണ് വിളിച്ചപ്പോൾ മണിയറയ്ക്കകത്ത് കിടന്ന് കരയുമ്പോൾ എന്റെ മുന്നിലിരിക്കുന്ന ഈ നാട്ടിലെ ചെറുപ്പക്കാരോട് പറയുകയാ, റോഡിന്റെ ഓരത്ത് നിന്ന് ചിരിക്കുന്ന പെണ്ണിന്റെ പുറകെ